ഇന്ത്യൻ വീട്ടുജോലിക്കാരുടെ അടിസ്ഥാന വേതനം ജോലിക്കാരുടെ തൊഴിൽ യോഗ്യതയ്ക്കനുസരിച്ചായിരിക്കും നിർണ്ണയിക്കുകയെന്ന് മന്ത്രാലയം രാഷ്ട്രാന്തരീയകാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് അൽ ഫുഹൈദ് വ്യക്തമാക്കി. റിക്രൂട്ടിംഗ് നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസി അധികൃതരുമായി സൗദി തൊഴിൽ മന്ത്രാലയ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം റിയാദിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ അടിസ്ഥാന വേതനവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ വീട്ടുജോലിക്കാരുടെ അടിസ്ഥാന വേതനം 1000 മുതൽ 1200 റിയാൽ വരെയായിരിക്കുമെന്നാണ് പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട്. എന്നാൽ ജോലിക്കാരുടെ തൊഴിൽ യോഗ്യത, പരിചയം തുടങ്ങിയവ പരിഗണിച്ചായിരിക്കും അവരുടെ വേതനം നിർണ്ണയിക്കുകയെന്നാണ് ഡോക്ടർ ഫുഹൈദ് ഇതിനോട് പ്രതികരിച്ചത്. It will be, controlled by both. സ്ത്രീ വീട്ടുജോലിക്കാർക്ക് തൊഴിൽ സ്ഥലത്ത് സ്വന്തമായ മുറി, കുടുംബവുമായി ബന്ധപ്പെടാൻ മൊബൈൽ ഫോൺ, ആഴ്ചയിൽ അവധി തുടങ്ങിയവ കരാർ പ്രകാരം തൊഴിലുടമ ഉറപ്പുവരുത്തണമെന്ന് എംബസി പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു. ജോലിക്കാർക്ക് മാന്യവും അനുയോജ്യമായ താമസം, കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം തുടങ്ങിയവ ലഭ്യമാക്കും. താമസിക്കാനായി സ്വതന്ത്രമായ മുറിയും മൊബൈൽ ഫോണും ലഭ്യമാക്കണമെന്ന് വ്യവസ്ഥയിൽ പറഞ്ഞിട്ടില്ലെന്നും ഫുഹൈദ് വിശദീകരിച്ചു. തക്കാമൽ കമ്പനിയാണ് ഇന്ത്യൻ വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് നടപടികൾക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് റിയാദിലെ ഇന്ത്യൻ എംബസി. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.